ഗതാഗത അപകടങ്ങൾ നിയന്ത്രിക്കാൻ നടപടികൾ ശക്തമാക്കുമ്പോൾ തീർത്ഥാടകരായ 4 പേരുടെ ജീവനെടുത്ത അപകടം ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ തീർത്ഥാടക സംഘം സഞ്ചരിച്ച KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. റോഡ് സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ആവർത്തിക്കുന്ന അപകടങ്ങൾ. പുതുവർഷ ആരംഭത്തിൽ തന്നെ ഇടുക്കിയെ ഞെട്ടിച്ച അപകടമാണ് പുല്ലുപാറയിലുണ്ടായത്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂർക്ക് പോയ തീർത്ഥാടക സംഘം സഞ്ചരിച്ച KSRTC ബസ് തിരികെ എത്തുമ്പോഴാണ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് ജീവഹാനിയുണ്ടായത്. പുലർച്ചെയുണ്ടായ അപകടത്തിൽ മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, സംഗീത ബിന്ദു എന്നിവരാണ് മരിച്ചത്. 34 യാത്രക്കാരാണ് ആകെ ബസ്സിലുണ്ടായിരുന്നത്. ബ്രേക്ക് തകരാറാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ രാജീവ് കുമാർ പറയുന്നു. ഞങ്ങൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കുട്ടിക്കാനത്ത് വന്ന് ഇങ്ങനെ വളവ് തിരിഞ്ഞ് വരുന്ന കൂട്ടത്തിൽ ഇറക്കി വരുന്ന കൂട്ടത്തിൽ ബ്രേക്ക് പോയി. ആ വളവായിരുന്നു. ഞാൻ മാക്സിമം പതുക്കെയായിരുന്നു വന്നത്, സ്പീഡിലൊന്നും അല്ല വന്നത്. ഞങ്ങൾ വളരെ കുമളിയിൽ ഇറങ്ങി റേസിലൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ആ വളവ് തിരിഞ്ഞ് വന്ന കൂട്ടത്തിൽ ബ്രേക്ക് ആദ്യം ഒന്ന് ചവിട്ടി, ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആദ്യം ഒന്ന് ചവിട്ടി ബ്രേക്ക് ഉണ്ടായിരുന്നു, രണ്ടാമത് ചവിട്ടി ബ്രേക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ വണ്ടി ഇങ്ങനെ വന്നപ്പോൾ മാക്സിമം ഇടത്തോട്ട് പിടിക്കുകയാണ് ചെയ്തത്. ഇടത്ത് പിടിച്ച് വന്നപ്പോൾ ഭിത്തിക്ക് വന്ന് ഇടിച്ചിട്ട് വണ്ടി നേരെ റിവേഴ്സ് വരികയാണ് സംഭവിച്ചത്. അങ്ങനെയാണ് സംഭവം. അല്ലെങ്കിൽ നേരെ താഴത്തൊക്കെ പോകാനായിരുന്നു. ഞാൻ അങ്ങനെ ലെഫ്റ്റിലേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ കൊക്കയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമാണെന്ന് എനിക്ക് അന്നേരം തോന്നി. അന്നേരത്തെ ഒരു ഐഡിയയ്ക്ക് ഞാൻ ഇടത്തോട്ട് പിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരത്തിലെങ്കിലും നിർബന്ധപ്പെടുത്താൻ പറ്റിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോഴും അപകടങ്ങൾ ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. യാത്രക്കാരും സ്റ്റാഫ് ഉൾപ്പെടെ 37 അങ്ങനെയുള്ള ബസ്സാണ് പുലർച്ചെ 4 മണിക്ക് ശേഷം ബ്രേക്ക് പോയി മറിയാനിടവന്നു പുല്ലുപാറയിൽ. ഇപ്പോൾ 4 പേരാണ് മരണപ്പെട്ടത്. 3 പേര് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് ഓടിയുണ്ട്. ഒരെണ്ണം പാലാ ആശീവ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെട്ടത് പാലാ ആശുപത്രി. അങ്ങനെ 4 പേര് മരണപ്പെട്ടു. ഇനി 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുകയും ഒരു വിഷയം ഇവരുടെ ഭർത്താവ് രാധാകൃഷ്ണൻ. ഒരാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, മറ്റേ ആൾ ഹസ്ബൻഡാണെന്ന് ഇവിടെ ആ 2 പേരെയും മെഡിക്കൽ കോളേജിൽ. ഈ 4 ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പാലായിൽ പ്രത്യേക ടീമിനെ അയച്ചു. പൊതുവെ ഞങ്ങളിപ്പോൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോഴും യാത്രക്കാരോട് സംസാരിച്ചപ്പോഴും യാത്രക്കാരോട് സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് വണ്ടിയുടെ ബ്രേക്ക് പോയി എന്ന് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. ഭൂരിപക്ഷം ആളുകൾ ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഈ ഡ്രൈവറുടെ അനൗൺസ്മെൻറ്റ് എല്ലാവരും കേട്ടിരുന്ന കേട്ടവർ വണ്ടിയുടെ കമ്പിയിലെല്ലാം ഞാരിയും വെള്ളം പറ്റുകയൊക്കെ ചെയ്തു. കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതിലാണ് കമ്പിയിലെല്ലാം ബ്രേക്ക് പോയിരുന്നു എന്ന് ശരിയാണ്. ഡ്രൈവറുടെ 2 പ്രാവശ്യം വിളിച്ചു പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്തു. അത് യാത്രക്കാരെല്ലാം പറയുന്നു. ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും എല്ലാം പരിശോധന നടത്തിയെങ്കിൽ അപകട കാരണത്തെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് യാത്രക്കാരെ ഞങ്ങളോട് പറഞ്ഞു. ഡ്രൈവറും വിശദീകരിച്ചു.